ഇനി നമുക്ക് പഠിക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് മൊഡ്യൂൾ 5-ൽ ഹസാർഡ്, അതിൻ്റെ റിസ്ക്, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സുകളാണ്. നമുക്കറിയാം, ഹസാർഡ് ഈസ് എ സോഴ്സ് ഓർ സിറ്റുവേഷൻ വിത്ത് എ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം ഇൻ ടേംസ് ഓഫ് ഹ്യൂമൻ ഇഞ്ചുറി ഓർ ഇൽ ഹെൽത്ത്, ഡാമേജ് ടു പ്രോപ്പർട്ടി ഓർ എൻവയോൺമെൻറ്റ് ഓർ ബോത്ത്. എന്തെങ്കിലും രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽത്തിന് ഇഞ്ചുറി സംഭവിക്കുക, ഇൽ ഹെൽത്ത് സംഭവിക്കുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയാണ് നമ്മൾ ഹസാർഡ് എന്ന് പറയുന്നത്. It is the term associated with a substance that is likely to cause an injury in a given environment or situation. Even the hazard control is that function which is oriented towards recognizing, evaluating, and working towards eliminating hazards and destructive effects from the workplace. ഒരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡസ്ട്രിയൽ ഹസാർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ അല്ലേ, ആ കണ്ടീഷൻ ഇൻഡസ്ട്രീസിലായിരിക്കാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ആ ഉണ്ടായിരിക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത്, അത് കോസ് ചെയ്യുന്നത് ഇഞ്ചുറി ആവാം, അല്ലെങ്കിൽ ഡെത്ത് പേഴ്സണൽ ആവാം, അല്ലെങ്കിൽ ലോസ് ഓഫ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രോപ്പർട്ടി ആവാം. അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് ആണെങ്കിൽ അതിന് നമുക്ക് ഹസാർഡ് എന്ന് പറയാം. അതേപോലെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള സെക്കൻഡ് ടേമാണ് റിസ്ക്. A hazard is something that has the potential to cause harm, while risk is the likelihood of harm take place based on exposure to that hazard. ഹസാർഡ് ഫോം ചെയ്യും. ആ ഫോം ചെയ്യാനുള്ള സിറ്റുവേഷൻസ്, അതിൻ്റെ പ്രോബബിലിറ്റി, ഇഞ്ചുറി ഉണ്ട് അത് കോസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ ഹാം ടു ദ ഹ്യൂമനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ ഡാമേജ് ടു ദ പ്രോപ്പർട്ടി ഓർ ലോസ് ഓഫ് ദ കണ്ടാമിനേഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ്, അങ്ങനെയുള്ള പ്രോബബിലിറ്റി ഓഫ് ദ സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി, കെമിക്കൽസ്, വർക്കിംഗ് അപ്പ് ലാഡർ, നോയിസ്, കീബോർഡ്, എ ബുള്ളി അറ്റ് വർക്ക് സ്ട്രെസ്, ഇതൊക്കെയാണ് നമ്മൾ റിസ്കിന് എക്സാമ്പിൾസ് പറയുന്നത്. സോ മെയിനായിട്ട് നമുക്കിവിടെ ഹസാർഡാണ് നമ്മൾ പറഞ്ഞത്. ആ ഹസാർഡിൻ്റെ 3 ക്ലാസിഫിക്കേഷൻസ് നമുക്കിവിടെ പറയാനുണ്ട്. ഹസാർഡിനെ 3ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്: മെക്കാനിക്കൽ ഹസാർഡ്, ഇലക്ട്രിക്കൽ ഹസാർഡ് ആൻഡ് കെമിക്കൽ ഹസാർഡ്. ഈവൻ ആക്സിഡൻസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഹസാർഡസ് വേസ്റ്റ് ടു ബി കളക്ട്, നമുക്ക് അവിടെ എന്താ പറയുക, ഹസാർഡ്സ് ഫോം ചെയ്താൽ അതിനെ ഏതൊക്കെ രീതിയിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് കളക്ഷൻ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ മെക്കാനിക്കൽ ഹസാർഡ്, ഇലക്ട്രിക്കൽ ഹസാർഡ്, അതേപോലെ കെമിക്കൽ ഹസാർഡ് എന്നിങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഹസാർഡാണ്. It is any hazard involving a machine or process. Motor, vehicles, aircraft, and airbags pose mechanical hazards, like etc. Compressed gases or liquids can also be considered as mechanical hazard. So, നമ്മൾ മെഷീൻ വർക്ക് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ മെഷീൻ കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടോർ വെഹിക്കിൾസോ എയർക്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം അവിടെ ഹസാർഡ്സ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ മെക്കാനിക്കൽ ഹസാർഡ്സ് എന്ന് പറയാം. These are the possibility for the majority of the accidents in work situation. Therefore, every workplace and equipment should be properly examined for identifying mechanical hazards and for taking mitigation measures. നമുക്കറിയാം, ഒരു ഇൻഡസ്ട്രി എടുത്താൽ അവിടെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ആ എക്യുപ്മെൻറ്റ്സ് നമ്മൾ കൃത്യമായി മേക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു രീതിയിൽ വർക്ക് പ്ലേസിൽ ആക്സിഡൻസ് സംഭവിച്ചാൽ അവിടെ ഉണ്ടാവുന്നത് മെക്കാനിക്കൽ ഹസാർഡ്സ് ആയിരിക്കും. So here, common sources of mechanical hazards are unguarded or inadequately guarding moving parts or pits, etc. Machine tools, hand tools, handling material, lifting and other appliances. Improper ventilation, unsafe dress or apparel, etc. Improper use of tools. So ഇതാണ് മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത്, മെക്കാനിക്കൽ ഹസാർഡ്സ് ഉണ്ടാവാനുള്ള മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രിക്കൽ ഹസാർഡ്സ്. ഇലക്ട്രിക്കൽ ഇഞ്ചുറി ഉണ്ടാവുന്ന സമയങ്ങളിലാണ് ഇലക്ട്രിക്കൽ ഹസാർഡ്സ് നമ്മൾ പറയുന്നത്. മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോഷൻ, അതായത് ഫാറ്റ് ലൈറ്റ്,
electrical shock, burns, adevole false cause that's result of contact with the electrical energy. So here we can say these may be due to the contact of body with a wire, cable or rail, or from spark of lightning. The immediate effect of this shock, which may be relatively mild or severe, so as to cause death, that is electrocution, depending upon the strength of the current and or the path it take passing the earth or the body. കറണ്ട് നമ്മളെ ശരീരത്തിലൂടെ പാസ് ചെയ്യും അല്ലേ, എന്തെങ്കിലും ഒരു അപകടം, ഹൈ വോൾട്ടേജ് ആയിരിക്കും അത്. അങ്ങനെ ആ ആൾക്ക് ഡെത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ ഷോക്ക് സംഭവിക്കുക, അല്ലെങ്കിൽ ബേണിംഗ് സംഭവിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൾസ് കോസ് ചെയ്യുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത്. Here the main causes: electrical shock may be caused by exposed live conductor or faulty piece of the equipment. Also, a mobile crane, boom, a man carrying or climbing an aluminum ladder or vertical metal bar, etc., can come in contact with the overhead power lines, electrical crane lights, open-faced substation switchboard, etc. ഈ ക്രെയിനോ അല്ലെങ്കിൽ മാൻ ക്യാരിങ്ങോ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അവിടെ പവർ ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ക്രെയിൻ ലൈൻസ്, ഇതൊക്കെ ഇതിന് എന്ത് സിറ്റുവേഷന് സാധ്യതയുണ്ട്, ഇലക്ട്രിക്കൽ ഹസാർഡ്സ് രൂപീകരിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ദ അതർ കോസസ് മേ ബി അൺസ്കിൽഡ് ഇലക്ട്രീഷ്യൻസ്, ഇംപ്രോപ്പർ ഇൻസ്ട്രക്ഷൻ, ഡിഫക്റ്റീവ് വയറിംഗ് വിച്ച് മേ കോസ് ഷോർട്ട് സർക്യൂട്ട്, പുവർ ഇൻസ്റ്റാളേഷൻ, അതായത് നമുക്ക് അറിവില്ലായ്മ ഒരു കാരണമാവാം. അതേപോലെ aging and attack by foreign material caused by insulation of failure which causes electrofiber fire cause electrocution. ആ ഒരു രീതിയിലും നമുക്ക് അതിനൊരു മെയിൻ കോസ് ആണെന്ന് പറയാം. ഒരു വർക്കർ will receive a shock when he or she, like ഏതെങ്കിലും ഒരാൾ touches two wires at a different voltage at the same time, other way like the touches face and neutral wire at a time, also touch the face standing on the ground, also touch the face having wet cloth, high humidity and precipitation. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ അവിടെ ഷോക്ക് ക്രിയേറ്റ് ചെയ്യും. ഇറ്റ് മേ ബി ഇലക്ട്രിക്കൽ എനർജി ആ ശരീരത്തിലേക്ക് വരും. അപ്പോൾ അതെന്താവും, അപകടത്തിന് സാധ്യതയൊരുക്കും. ആൻഡ് ദ തേർഡ് വൺ ഈസ് കെമിക്കൽ ഹസാർഡ്. It's also considered a hazard by virtue of intrinsic properties. It can cause harm or danger of human property or the environment. Some chemicals occur naturally in certain geological formations such as radon gas, arsenic, like etc. May other chemical used in industrial and laboratory setting can cause respiratory, digestive or nervous system problem if they are inhaled, ingested and absorbed through the skin. Here, the usage of chemicals with resultant hazardous gases, vapor and fumes is the most dangerous in the industries. നമുക്കറിയാം ഇൻഡസ്ട്രീസ് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ കെമിക്കൽ റിലേറ്റഡ് ആണെങ്കിൽ അഥവാ ഹാർഡസ് ഗ്യാസസ് ആവാം, വേപ്പേഴ്സ് ഫോമിലാവാം, ഫ്യൂസസ് ഫോമിലാവാം, ഫ്യൂംസ് ഫോമിലാവാം. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ളത് കെമിക്കൽ ഹസാർഡ്സ് രൂപീകരിക്കാൻ മീൻസ് ഉണ്ടാവാനുള്ള കാരണമാവാം. The effect of noxious gases are simple as features, അതായത് നൈട്രജൻ ഗ്യാസ്, മീത്തേൻ ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ എഫക്റ്റ് ആവാം. അതേപോലെ കെമിക്കൽ ഓഫിസൻസ്, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, ഹൈഡ്രോസൈനിക് ആസിഡ്, ഇങ്ങനെയുള്ളത്. ഇറിറ്റന്റ് ഗ്യാസസ്, നൈട്രജൻ ഡൈ ഓക്സൈഡ് or peroxide, fluorine, hydrogen peroxide, sulfur dioxide, ammonia. And the last one is organic metallic gases, that is arsenic hydrate. So these are the main effect of noxious gases. So നമ്മൾ 3 ഹസാർഡ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ 3 ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. കെമിക്കൽ ഹസാർഡ്സ്, അതേപോലെ ബയോളജിക്കൽ ഹസാർഡ്സ്, അതേപോലെ മെക്കാനിക്കൽ ഹസാർഡ്. സോ ഈ 3 ഹസാർഡ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. And the next portion is classes of fire. ഫയർ രൂപപ്പെടുകയാണെങ്കിൽ ആ ഫയർ ഏത് ടൈപ്പ് ആവാം? ഒരുപാട് ടൈപ്പ് ഓഫ് ഫയർസ് ഉണ്ട് അല്ലേ? While fire can seem like one big threatening force, it is important to note that there are actually several classes of fire.
grinding or milling trucks, during waiting test, float air, during powder mixing test, generate. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് വരും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഒക്കെ ആകുമ്പോൾ. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രീതിയിലായിരിക്കും fires രൂപപ്പെടുക. The fires class can a fires class can determine how quickly it burns, how dangerous it is, and it is the best suppressor put up. കത്തുന്നതുണ്ടാവും, അല്ലെങ്കിൽ ബേൺ ചെയ്യുന്നതുണ്ടാവും, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ളതുണ്ടാവും, അല്ലെങ്കിൽ അത് ഫയർ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റിനനുസരിച്ച് അങ്ങനെ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 5 ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസ് എ, ബി, സി, ഡി, കെ. സോ fires in ordinary combustible material such as wood, cloth, paper, rubber and many plastic. ഇത് നമ്മൾ പറയുന്നത് ക്ലാസ് എയിലാണ്. And B is the fires in flammable liquid, combustible liquid, petroleum gases, tars, oils, oil-based paints, solvents, lacquer, alcohol. ഈ ടൈപ്പ് ഒക്കെ നമ്മൾ എന്തിനു പറയും? ക്ലാസ് ബിയിൽ പറയും. ആൻഡ് സി എന്ന് പറയുന്നത് fires that involve energized electrical equipment, അതായത് ഇലക്ട്രിക്കൽ ഫെയിലിയർ ഫ്രം അപ്ലയൻസ്, ഇലക്ട്രോണിക് എക്വിപ്മെന്റ് ആൻഡ് വയറിംഗ്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്തിൽ പറയും? സി കാറ്റഗറിയിൽ പറയും. ആൻഡ് D1 ഫയർ കമ്പസ്റ്റബിൾ മെറ്റൽസ് സച്ച് ആസ് മെഗ്നീഷ്യം, ടൈറ്റാനിയം, സിർക്കോണിയം, സോഡിയം, ലിഥിയം ആൻഡ് പൊട്ടാസ്യം. അങ്ങനെയുള്ളതിന് മെക്കാനിക്കൽ സബ്സ്റ്റൻസ് ആയിരിക്കും, അത് സോഡിയോ അല്ലെങ്കിൽ ടൈറ്റാനിയോ സിർക്കോണിയോ മെഗ്നീഷ്യമോ, ഇങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറഞ്ഞു? ക്ലാസ് ഡി എന്ന് വിളിച്ചു. And the last one is class K, fires in cooking appliances that involve combustible cooking media, either grease or oil fire specifically from cooking, like vegetable or animal oils or fats. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിൽ പറഞ്ഞു? കെയിൽ പറഞ്ഞു. സോ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. So first one is class A. Here class A fires are the most common type of fire. They are produced from most combustible material including wood, paper, fabric, rubber and plastic. So ഈ എ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഫോം ചെയ്യുന്നത്. അതേപോലെ റിലേറ്റീവ്ലി ലോ ഇഗ്നീഷ്യസ് ടെമ്പറേച്ചർ ആണ്. അതേപോലെ ഫ്യൂവൽ ഓർ ഓക്സിജൻ ഹാസ് ബീൻ ഡിപ്ലീറ്റഡ് ആണ്. ആ സമയത്താണ് ദ ഫയർ വിൽ ബേൺ ഔട്ട്. അതേപോലെ ദ ഗാർബേജ് ഫയർ വിൽ ബി ദ എക്സാമ്പിൾ ഓഫ് എ ക്ലാസ് എ. So these are the main points about class A. അതേപോലെ ക്ലാസ് ബിനെ കുറിച്ച് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഫ്ലേമബിൾ ലിക്വിഡ് ആണ്, ആൽക്കഹോൾ, കെറോസിൻ, പെയിന്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. അതേപോലെ കോമൺ ആയിട്ടും ഇൻഡസ്ട്രിയൽ സെറ്റിങ്സിൽ നമ്മൾ കാണുന്നത് ക്ലാസ് ബി ഫയറിങ്സ് ആയിരിക്കും. അതേപോലെ റെസിഡൻഷ്യലി ഓർ കൊമേഴ്ഷ്യൽ സെറ്റിങ്സിലും ഇത് ഒക്കർ ചെയ്യുന്നുണ്ട്. ലോ ഫ്ലാഷ് പോയിന്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് ഈസിലി എനി ടെമ്പറേച്ചർ ടു എക്സ്പോസ്ഡ് ഫയർ സോഴ്സസ് ആണ്. സോ ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റുകളുണ്ട്. ദെൻ ക്ലാസ് സി. ക്ലാസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഇലക്ട്രിക്കൽ കറൻസ് ആയിരിക്കും ഫയർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിലോ അല്ലെങ്കിൽ ഫ്യൂവൽ സോഴ്സ് വരുന്നിടത്തിലോ അങ്ങനെയൊക്കെ ഫോം ചെയ്യുന്നതാണ് ക്ലാസ് സി എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് ഇലക്ട്രിക്കൽ ടൂൾസ്, അപ്ലയൻസ്, മോട്ടോർ ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. ഓൾസോ ഹിയർ ഇൻഡസ്ട്രിയൽ സെറ്റിംഗ് ദാറ്റ് ഡീൽ വിത്ത് എനർജി ഓർ ഇലക്ട്രിക്കലി പവേർഡ് എക്യുപ്മെന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്ലാസ് സി എന്ന് പറയുന്നത്. And class B is the occur of combustible metal fuel source. Also common combustible material including aluminum, lithium, magnesium, zirconium, like etc. And this type of combustible metal are the most often used in laboratories and in manufacturing, so biggest danger for class D. And the last one is class K. Finally, K fires are cooking fires. Kയുടെ cooking fires എന്നാണ് പറയുന്നത്. Combustion of a cooking liquid like grease, oil, vegetable fat, animal fat. ഈ സമയത്താണ് ഇത് രൂപപ്പെടുന്നത്. And class K fire technically type of liquid, but they are separated their own unique setting. So ഈ classification, ഈ ഒരു ഫയറിന്റെ 5 ക്ലാസിഫിക്കേഷൻ എക്സാമിന് ചോദിക്കുന്നതാണ്. അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന രീതിയിലായിരിക്കും ചോദിക്കാം. ഇപ്പം നമുക്ക് അതിൽ പറയാനുള്ളത് ടൈപ്സ് ഓഫ് ഫയർ ഹസാർഡ്സ്: ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് കെ. അത്
കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ 4-5 പോയിന്റ്സും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. ഒരു ബിൽഡിങ്ങിൻ്റെ ചോദിച്ചാൽ അത്